ഗാന്ധിജി പോലും വൈക്കം സത്യാഗ്രഹത്തിന് വന്നത് എന്തിനാ? നീചജന്മങ്ങൾക്ക് വഴിചടക്കാൻ അവകാശം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ആ ഇണ്ടന്തുരുത്തി മനയ്ക്കകത്ത് കയറ്റാതെ പുറത്ത് 12 ഇരുത്തിയത് ആരെയാ? ഗാന്ധിജിയായിരുന്നു. അന്ന് ആ എതിർവശത്ത് നിന്നത് സംഘപരിവാറിന്റെ ശക്തികളായിരുന്നു. ആ ബ്രാഹ്മണ്യം ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്തിയിരുന്നത്. അതുകൊണ്ട് അതിനോടെല്ലാം എതിർത്തുകൊണ്ടിട്ടുള്ള പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നടന്നത്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നടത്തിയ ഉപരോധമല്ല, മറിച്ച് ഈ രാജ്യത്തിനകത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളെയും അവർ അടിച്ചമർത്തപ്പെടലുകളെയും എല്ലാം ഒരു സാമൂഹിക പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കി ഒരു ധാരയാക്കി കൊണ്ടുവന്നുണ്ടായതാണ് ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും. അപ്പം അതുകൊണ്ട് ഒരിക്കലും സനാതനധർമ്മത്തെ BJPയുടെ ശൈലിയെ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം സനാതനധർമ്മത്തിനകത്ത് അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചർച്ചയും ചെയ്തിട്ടുള്ള നാടാണ് കേരളം. അത് RSSന് തീരെഴുതി കൊടുക്കാൻ ഇന്ന് ഏതെങ്കിലും ശ്രമം നടന്നാൽ, അത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ തീവ്രമായി എതിർക്കും. അതുതന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ശരി, ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ ഗണേഷ് സംസാരിക്കുന്ന ഘട്ടത്തിൽ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കെ സുധാകരൻ യോജിക്കുന്നു, സതീശൻ വിയോജിക്കുന്നു. പക്ഷെ അവരെടുക്കുന്നത് കെ സുധാകരനെയാണ് ഈ കാര്യത്തിൽ. എന്ന് മാത്രവുമല്ല, പതിവ് പോലെ ഇവർ ഉന്നയിക്കുന്ന ഒരു യുക്തി ഉണ്ടല്ലോ, ഇപ്പോൾ ദേശീയ വക്താക്കളടക്കം ഉപയോഗിക്കുന്ന അതേ യുക്തി. എന്തുകൊണ്ട് പിണറായി വിജയൻ വിശുദ്ധ ഖുറാനെ പറ്റി പറയുന്നില്ല? എന്തുകൊണ്ട് മറ്റേതെങ്കിലും മതവിഭാഗത്തെ പറ്റി പറയുന്നില്ല? ഇങ്ങനെയുള്ള യുക്തിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഒരു തലമുണ്ടാക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണമായാലും കെ സുധാകരൻ്റെയും സതീശൻ്റെയും ഒക്കെ പ്രതികരണമായാലും എന്ന് കരുതാമോ? അതായത് എങ്ങനെയാണോ ഇവർ BJPയെ പ്രതിരോധിക്കാൻ നോക്കുന്നത്, അവസാനം അവർ BJPയുടെ ചതിക്കുഴിയിൽ വീഴുന്ന നിലയുണ്ടാകുന്നുണ്ടോ? ഇത് ചതിക്കുഴിയല്ല. ഇതിപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം നമുക്ക് അറിയാവുന്ന കാലം തൊട്ടേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേണു പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം ഈ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പറയുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടാണ്. പൊളിറ്റിക്കലായി നോക്കുമ്പോൾ അത് ശരിയുമാണ്. കാരണം ഈ പറയുന്ന സനാതന മൂല്യങ്ങൾ, സനാതന സംഘങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ സമീപിക്കുന്നതും RSS BJP തന്നെയാണ്. അതൊരു വാസ്തവമാണ്. അത് അവർ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരു തലം കൂടി നമ്മൾ നോക്കണം. അവരെങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആര്? നമ്മുടെ തിലക് ഇന്ത്യയിലെ സ്ഥിതി ഗാന്ധി അല്ല. ഇന്ത്യയിലെ ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ മാസ് മൂവ്മെൻ്റ് ആക്കി ആദ്യം മാറ്റുന്ന തിലകാണ്. അദ്ദേഹം പ്രധാനമായി ശിവാജി മഹോത്സവം, ഗണേശ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു മാസ് മൂവ്മെൻ്റ് ആക്കി മഹാരാഷ്ട്രയിൽ ഇതിനെ മാറ്റുന്നത്. അപ്പം ആ ഒരു തലം കൂടി നമ്മളിത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളെല്ലാം മലയാളികളാണ്. ഈ പറയുന്ന വിശ്വാസ സങ്കല്പങ്ങളെല്ലാം എവിടെ നിന്നുണ്ടായി ഒന്നാണ്. ഇത് പ്രധാനമായിട്ടും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് ഈ സാധനങ്ങൾ മൊത്തം ഉണ്ടായി വന്നത്. അത് ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, ഇപ്പോൾ വേറൊരാൾ ക്രിസ്ത്യാനി ആയിരിക്കും. വേണു അത് പേര് കൊണ്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടും ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും. വേണുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അറിയാം. വേണു വളരെ സെക്കുലർ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണുവിന് പിടിക്കണമെന്നില്ല. അപ്പോൾ ഈ പറയുന്നത് പക്ഷേ നമ്മുടെ ശീലങ്ങളിൽ എവിടെയോ നമ്മൾ വസിക്കുന്ന ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് ചില സെൻസിബിലിറ്റീസ് കടന്നു വന്നിട്ടുണ്ട്. ആ സെൻസിബിലിറ്റീസിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു രൂപമാണ് ഈ സനാതനം. അപ്പോൾ സനാതനം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇതൊരു ലിവിങ് ട്രഡീഷനാണ്. ഹിന്ദുമതത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ വേദകാലഘട്ടത്തിൽ അമ്പലങ്ങളെ പറ്റുന്ന ഒരു റെഫറൻസും ഇല്ല. അത് കഴിഞ്ഞ് വേദകാലഘട്ടത്തെ അവസാനം മധ്യകാലഘട്ടത്തിലാണ് ഈ അമ്പലങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്പലം ഉള്ളത് മധ്യപ്രദേശിലാണ്. വേണുപ്പുളം പോകുമ്പം മധ്യപ്രദേശിലെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ മെഹർഗഡ് സ്ഥലത്ത് വരുന്നത് ഒരു ചെറിയൊരു ക്ഷേത്രം, നമ്മളത് കാവ് പോലെ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം. 1500 വർഷം പഴക്കേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് എവിടെ ഉണ്ടായിരുന്നത് ബുദ്ധമതത്തിന് ശേഷം അവരുടെ ചൈത്യാസും മറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹിന്ദുസിൻ്റെ ഗുഹാ ടെമ്പിൾസും ഹിന്ദു എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആളുകളുടെ ഗുഹാ ടെമ്പിൾസും സ്ട്രക്ചറൽ ടെമ്പിൾസും എല്ലാം വരുന്നത്.